Hi all, welcome to the class. Today we are going to discuss a small topic in the subject computer aided design and analysis. Already we are discussing third module and it is the fourth part of my presentation. In this presentation I am going to discuss Bezier curves. So we will directly go to the topic. In the previous class we have discussed Hermite curve or cubic spline curve, and comparing with that, cubic spline curve or Hermite curve is an interpolation curve, and here the Bezier curve is a approximation curve. ഇത് നമുക്ക് ക്യൂബിക് സ്പ്ലൈൻ കർവിന് ഒരു ആൾട്ടർനേറ്റീവ് എന്നുള്ള തരത്തിൽ ഉപയോഗിക്കാം. പിന്നെ കൂടാണ്ട് ഇത് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ടുള്ള ഒരു കർവാണ്. എം ബ്രേസറും ആണ് ഇത് കണ്ടുപിടിച്ചിട്ടുള്ളത്. ഫ്രഞ്ച് മാത്തമാറ്റീഷ്യനാണ് ഇദ്ദേഹം കണ്ടുപിടിച്ചിട്ടുള്ളത്. അത് ഫോർ ദ റെനോൾട്ട് മോട്ടോർ കമ്പനിയാണ് അയാൾ ചെയ്തിരിക്കുന്നത്. നമുക്ക് ഒരു ബ്രേസർ കർവിൻ്റെ നോർമൽ കൺട്രോൾ വോളിയം കാണിച്ചു തരാം. ഇതാണ് പോയിന്റ് കൺട്രോളിംഗ് ആണ് ഇതിൻ്റെ വരുന്നത്. P0, P1, P2, P3 ഇത്രയും പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്കൊരു കർവിനെ ഡിഫൈൻ ചെയ്യാം എന്നുള്ളതാണ് ബ്രേസർ കർവ്. നേരത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ്റർപോളേഷൻ ആയിരുന്നു. ദാറ്റ് ഈസ് P0 തുടങ്ങിക്കഴിഞ്ഞാൽ P1 കൂടി അത് കടന്നു പോകണം, P2 കൂടി കടന്നു പോകണം, P3 എത്തണം. അങ്ങനെയുള്ള കർവ്സ് ആണ് ഹെർമിറ്റ് കർവ് അല്ലെങ്കിൽ ക്യൂബിക് സ്പ്ലൈൻ കർവ്. ഈ കേസിൽ പറയുകയാണെങ്കിൽ ഈ 4 കർവിൻ്റെ ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട്, അഥവാ സ്റ്റാർട്ടിങ്ങും എൻഡിലും പോയിന്റിലേക്കൂടി തന്നെ ഇൻ്റർപോളേറ്റ് ചെയ്യണമെങ്കിലും ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള കർവിൻ്റെ അപ്രോക്സിമേറ്റഡ് ആയിട്ടാണ് ഈ വാല്യൂസ് കടന്നു പോകുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് ബേസർ കർവിൻ്റെ ബേസിക് ആയിട്ടുള്ള ഫീച്ചേഴ്സ് പറയാം. ഇറ്റ്സ് എ ടിപ്പിക്കലി ക്യൂബിക് പോളിനോമിയൽ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യൂബിക് പോളിനോമിയൽ ആണ് നോർമലി നമ്മൾ ഇതിൻ്റെ അകത്തും എടുക്കുന്നത്. ഇറ്റ്സ് വെരി സിമിലർ ടു ഹെർമിറ്റ് ഇൻ്റർപോളേഷൻ. സ്പെഷ്യൽ വേ ഓഫ് സ്പെസിഫൈയിങ് എൻ ടാൻജൻറ്റ്സ് റിക്വയർ സ്പെഷ്യൽ സെറ്റ് ഓഫ് കോഎഫിഷ്യൻസ്. അതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമല്ല. എന്തൊക്കെ പറഞ്ഞാലും ഹെർമിറ്റ് ഇൻ്റർപോളേഷനായിട്ട് വളരെ സിമിലർ ആയിട്ടുള്ള മെത്തേഡാണ്. അത് അവിടെ ഇൻ്റർപോളേഷൻ ആണെങ്കിൽ ഇവിടെ അപ്രോക്സിമേറ്റഡ് ആണ് എന്നുള്ളത് ഓർത്ത് നോക്കുക. നീഡ് 4 പോയിൻറ്റ്സ്, അറ്റ്ലീസ്റ്റ് 4 പോയിൻറ്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഇൻ്റർപോളേഷൻ്റെ ഈ ഡിഗ്രീനെ സ്പെസിഫൈ ചെയ്യാം. പക്ഷേങ്കിൽ അത് കുറഞ്ഞാലും കൂടിയാലും നമുക്കിതിനെ ബ്രേസർ കർവ്സ് ആയിട്ട് തന്നെ റെപ്രസെൻറ്റ് ചെയ്യാം. പോയിന്റ് കൂടുന്നതനുസരിച്ചിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല സ്മൂത്ത് കർവ്സ് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബേസർ കർവ്സ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം കാണിച്ചിരിക്കുന്നത് P0, P1, P2 3 പോയിന്റ് മാത്രമുള്ള ബേസർ കർവാണ്. അതിൻ്റെ സ്മൂത്ത്നെസ് അത്ര ഈക്വൽ ആയിരിക്കില്ല. കാരണം അതിൻ്റെ കൺട്രോൾ സർഫസുമായിട്ട് നിങ്ങൾ P1 ഉള്ള പോയിന്റിന് എത്ര അകലത്തിലാണെന്ന് നോക്കുക, അത്രയും നമുക്ക് പോയിന്റ് നഷ്ടമാണ്. വേറൊരു ബേസർ കർവാണ് ഇവിടെ നേരത്തെ അതേ കർവാണെങ്കിൽ കൂടി P1, P2 എന്ന് പറഞ്ഞ 2 പോയിന്റ് ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് തമ്മിലുള്ള പോയിന്റ് ഓഫ് ഈ അപ്രോക്സിമേഷൻ വളരെ ഓൾമോസ്റ്റ് സെയിം അടുത്താണ്. ഇത് വളരെ ദൂരെയാണെങ്കിൽ ഇത് വളരെ അടുത്താണ്. അതുകൊണ്ട് തന്നെ ഡിഗ്രി കൂടുന്നതനുസരിച്ച് നമുക്ക് നല്ല ഔട്ട്പുട്ട്സ് കിട്ടും. അതേസമയം ഇവിടെയാണെങ്കിൽ ഇതൊരു സ്പെഷ്യലാണ്. P0, P1, P2, P3 എന്ന് പറയുന്ന ഒരു കർവ് ഇങ്ങനെയാണ് വരുന്നത്. ഇത് ഒരു സ്പെഷ്യൽ ടൈപ്പാണ്. ഇത് വേറൊരു ടൈപ്പാണ് P0, P1, P2, P3 വരുന്നത്. ഇത് മൂന്നാമത്തെ. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നമ്പർ ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ് വിൽ ബി മോർ ദാൻ 4. ഇവിടെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ 5 എണ്ണമായിരിക്കും കമ്പാരിറ്റീവ്ലി. അതുകൊണ്ട് തന്നെ സ്മൂത്ത് ആയിട്ടുള്ള കർവ് ഉണ്ടാക്കാം. അതുപോലെ തന്നെ കർവിൻ്റെ ഷേപ്പ് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതൊരു പ്രത്യേക ഷേപ്പാണ്. അങ്ങനെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് ഡിഗ്രി ഓഫ് നമ്പർ ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്താൽ മതി. അടുത്തതായിട്ട് നമ്മൾ ഇതിൻ്റെ മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ഇതിൻ്റെ ഇക്വേഷൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പലപ്പോഴും ഇത് ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ടൊന്ന് നോക്കാം. മാത്തമാറ്റിക്കലി n+1 കൺട്രോൾ പോയിൻറ്റ്സ് ആർ റിക്വയർഡ് ഫോർ എ ബേസർ കർവ് ടു ഡിഫൈൻ ഫോളോയിങ് പോളിനോമിയൽ n വേണമെങ്കിൽ n+1 കൺട്രോൾ പോയിൻറ്റ്സ് നമുക്ക് നിർബന്ധമാണ്. അതിനുള്ള ഇക്വേഷനാണ് P(s) = സിഗ്മ i 0 to n pi BINS എന്ന് പറയുന്നത്. അതിനകത്ത് PI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനി പോയിന്റ് ഓൺ ദ കർവാണ്, അഥവാ കൺട്രോൾ പോയിൻറ്റ്സ് ആണ്. PS എന്ന് പറഞ്ഞാൽ എനി പോയിന്റ് ഓൺ ദ കർവ്. നമ്മൾ ഓരോ പോയിന്റും കണ്ടുപിടിക്കാം. P1, P2, P3 അതിനകത്ത് ഏത് വേണമെങ്കിൽ കണ്ടുപിടിക്കാം. കൺട്രോൾ പോയിന്റ് ആയിട്ട് PI ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ കൂടാണ്ട് BIN എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ഫംഗ്ഷനാണ്. ദാറ്റ്സ് എ ബെർൺസ്റ്റൈൻ പോളിനോമിയൽ. അതിനുള്ള ഇക്വേഷൻ എന്താണെന്ന് പറഞ്ഞാൽ BIN of S = CNi into S⁻i into 1 - S⁻n-i. ഇതിനകത്തുള്ള പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CNi എന്നുള്ളത് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ്. ദാറ്റ്സ് ഈക്വൽ ടു ബൈനോമിയൽ കോഎഫിഷ്യൻ n⁻⁴ ഡിവൈഡ് ബൈ i⁻⁴ ഇൻറ്റു n-i⁻. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. അഥവാ നമുക്ക് ഈ വാല്യൂ അറിയാമെങ്കിൽ നമുക്ക് ഇത് കണ്ടുപിടിക്കാം. ഓട്ടോമാറ്റിക്കലി ഇത് ഫുള്ളായിട്ട് അറിയാമെങ്കിൽ നമുക്ക് PS കണ്ടുപിടിക്കാം. അതാണ് ഇതിൻ്റെ ഒരു ബേസിക് മെത്തേഡ്. നമുക്കൊരു എക്സാമ്പിളിന് അതിൻ്റെ ഒരു ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. PS എന്നുള്ളത് കാണുവാണ്. അതിൻ്റെ എക്സ്പാൻഷൻ എന്നാൽ ആദ്യം ഐൻ്റെ വാല്യൂ 0 കൊടുത്തു. അതിൻ്റെ വാല്യൂ 0 കൊടുക്കുമ്പോൾ PI വിൽ ബിക്കം P0. BIN of S എന്നുള്ളത് ഇവിടെയാണ് വരുന്നത്. അതിൻ്റെ അകത്ത് I എന്നുള്ളത് 0 കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി
സി എൻ സീറോ എസ് റൈസ് ടു സീറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ആയിരിക്കും. ഏതെങ്കിലും ഒന്നിൻ്റെ ഒരു വാല്യൂ നമുക്കറിയാം 1 റൈസ് ടു 0 ഈക്വൽ ടു 1 ആണ്, 1000 റൈസ് ടു 0 ഈസ് ഈക്വൽ ടു 1 ആണ്. സോ എസ് റൈസ് ടു 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 1. അതുകൊണ്ട് ഇത് നമുക്ക് എഴുതണമെന്നില്ല. 1 മൈനസ് എസ് റൈസ് ടു എൻ മൈനസ് 0 എന്ന് പറഞ്ഞാൽ റൈസ് ടു എൻ മാത്രമേ ഉണ്ടാവുള്ളൂ. സി എൻ 0 കൊടുത്തു കഴിഞ്ഞാൽ എൻ ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ 0 ഫാക്ടോറിയൽ ഇൻറ്റു എൻ ഫാക്ടോറിയൽ വരും. എൻ ഫാക്ടോറിയലും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി അവസാനം വരിക 1 ഫാക്ടോറിയൽ ആണ്. 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാലും 1 ആണ്. സോ സി എൻ ഐ എന്ന് പറയുന്നത് സി എൻ 0 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദാറ്റ്സ് ഈക്വൽ ടു 1. സോ ഈ ടേമും 1 ആയി പോകും. നാലിൽ BINS എന്ന് പറയുന്നത് ഈ ഒരു ടേം മാത്രമേ എക്സിസ്റ്റ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഫൈനലി നമ്മളുടെ ഈ PS-ൻ്റെ ഫസ്റ്റ് ടേം നോക്കാം. P0 ഇൻറ്റു 1 മൈനസ് എസ് റൈസ് ടു എൻ എന്നുള്ള ടേമാണ് എക്സിസ്റ്റ് ചെയ്യുക. ഇനി രണ്ടാമത്തെ കേസിൽ നമുക്ക് ഇതിൻ്റെ പോളിനോമിയലിൽ I ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. P1 ആയി മാറും. BINS എന്നുള്ളത് CN1 എസ് റൈസ് ടു 1 മൈനസ് എസ് റൈസ് ടു എൻ മൈനസ് 1 വരും. അതായത് CN1 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 1 ഫാക്ടോറിയൽ ഇൻറ്റു n മൈനസ് 1 ഫാക്ടോറിയൽ എന്ന് കിട്ടും. CN1 തന്നെ കൊടുക്കാം. ഓട്ടോമാറ്റിക്കലി ദാറ്റ് വിൽ ബിക്കം CN1 എസ് ഇൻറ്റു 1 മൈനസ് എസ് റൈസ് ടു എൻ മൈനസ് 1 വരും ഇൻറ്റു P1 വരും. അങ്ങനെ ഓരോ തവണയും പിന്നെ 2 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ് ടു n സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വരിക ഇതിനകത്ത് പോകുന്നതനുസരിച്ചിട്ട് ഇവിടെ n ഫാക്ടോറിയൽ ഡിവൈഡ് ബൈ n ഫാക്ടോറിയൽ വരും. ശ്രദ്ധിക്കേണ്ട കാര്യം, നേരത്തെ നമുക്ക് എസ് റൈസ് ടു 0 എന്നുള്ളത് എസ് റൈസ് ടു 1 ആയി, എസ് റൈസ് ടു 2 ആയി അത് ഇൻക്രീസ് ചെയ്യുന്നുണ്ടെങ്കിൽ 1 മൈനസ് എസ് റൈസ് ടു എന്നുള്ളത് കുറഞ്ഞ് വരുവാണ് ചെയ്യുന്നത്. അതേപോലെ നമുക്കറിയാവുന്ന വേറൊന്നാണ് CN മൈനസ് 1 കഴിഞ്ഞ് CN കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബി ഈക്വൽ ടു 1 ഫാക്ടോറിയൽ. കാരണം ഇവിടെ നമ്മൾ എടുക്കുന്നത് I ഈക്വൽ ടു n കൊടുത്തു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 0 ഫാക്ടോറിയൽ n ഫാക്ടോറിയൽ ഡിവൈഡഡ് ബൈ 0 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം 1 എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ Pn ഇൻറ്റു എസ് റൈസ് ടു n മാത്രം മതിയാവും. ഇതാണ് ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള വാല്യൂ. എസിൻ്റെ വാല്യൂ ഒരിക്കലും 0-ൻ്റെയും 1-ൻ്റെയും മുകളിൽ പോകരുത്. ഓൾസോ ബേസിക് ഹാവ് സം ക്യാരക്ടറിസ്റ്റിക്സ്, അത് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ക്യൂബിക് ഇൻ്റർപോളേറ്റ്സ് ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് കൺട്രോൾ പോയിൻറ്റ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു 4 പോയിൻ്റ് എടുക്കുകയാണെങ്കിൽ ആദ്യത്തെ അവസാനത്തെയും പോയിന്റിലേക്ക് കൂടി ഇതിൻ്റെ ലൈൻ കടന്നു പോകണം. ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ളതിന് അപ്രോക്സിമേഷനാണ് വരുന്നത്. അതുകൊണ്ട് P0 PN എന്നുള്ളതിലേക്ക് കൂടി നമുക്ക് കടന്നു പോകണം. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇതിൻ്റെ ഡെറിവേറ്റീവ് നമുക്ക് കണ്ടുപിടിക്കാം. ഈ ടാൻജൻറ്റ് കർവിൻ്റെ ടാൻജൻറ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണം. നമ്മൾ നേരത്തെ നോർമൽ ആൻഡ് ടാൻജൻറ്റ് പറയുന്നതിൻ്റെ അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ഇക്വേഷൻ ഉണ്ട് P0 P'0. അതിനകത്ത് എത്രാമത്തെ ഫാക്ടർ ഇതാണ് ഡെറിവേറ്റീവാണ് കണ്ടുപിടിക്കേണ്ടത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. rth ഡെറിവേറ്റീവ് കണ്ടുപിടിക്കണമെങ്കിൽ ദാറ്റ് ഇക്വേഷൻ വിൽ ബിക്കം ലൈക്ക് ദിസ് വെൻ എസ് അപ്ലൈയിങ് 0 ആൻഡ് അപ്ലൈയിങ് മാക്സിമം ഇൻറ്റു 1. എസിൻ്റെ വാല്യൂ മാക്സിമം കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന 2 ഇക്വേഷൻസ് ആണ്. ഇപ്പോൾ ഫസ്റ്റ് ഡെറിവേറ്റീവ് കാണുന്നുണ്ടെങ്കിൽ r ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. r ഈക്വൽ ടു 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കതിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാം. അതേപോലെ നമുക്ക് കിട്ടുന്ന n പോയിൻറ്റ്സ് ആയിരിക്കും P'(0) ഈസ് ഈക്വൽ ടു n ഇൻറ്റു P1 മൈനസ് P0. അതേപോലെ P'(1) ഈസ് ഈക്വൽ ടു n ഇൻറ്റു Pn മൈനസ് Pn മൈനസ് 1 എന്ന് കിട്ടും. പിന്നെ വേറൊരു കാര്യം, നമ്മൾ കർവിൻ്റെ എസിൻ്റെ വാല്യൂ എസിൻ്റെ പവർ വാല്യൂസ് ഇൻക്രീസ് ചെയ്ത് പോകുന്നുണ്ട്, 1 മൈനസ് എസിൻ്റെ പവർ വാല്യൂസ് കുറഞ്ഞ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം CNI ഈക്വൽ ടു CNn മൈനസ് I എന്നുള്ളതും ഈക്വൽ ആയിരിക്കും. കാരണം നമ്മളുടെ ഫാക്ടോറിയലിൻ്റെ ബേസിക് പ്രിൻസിപ്പിളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരേപോലെ വരുന്നൊരു പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് എപ്പോഴും ഈ BINSൻ്റെ അകത്ത് എക്സിസ്റ്റ് ചെയ്യും. അതുകൊണ്ട് തന്നെ BIN ഓഫ് എസ് ആൻഡ് BIN മൈനസ് I, N ഓഫ് എസ് ആർ സിമിലർ. അത് വളരെ സിമെട്രിക് ആണ്. അത് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാരാമീറ്ററാണ്. അതേപോലെ ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ ആയിട്ടുള്ള BIN ഓഫ് എസ് വിൽ ബി മാക്സിമം വെൻ എസ് ഈക്വൽ ടു 1/n. ഇത്രയും കാര്യങ്ങൾ നോക്കുക. അതേപോലെ കർവ് ഷേപ്പ് ക്യാൻ ബി മോഡിഫൈഡ് ഐദർ ചേഞ്ചിങ് 1 or more vertices of its polygon fixed and specifying multiple
coincide points at the vertex as shown below. Characteristics of Bezier curve മിക്കവാറും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ ഓരോ പോയിന്റും ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നതാണ്, ഇമ്പോർട്ടൻറ്റ് പാരാമീറ്റേഴ്സ് ആണ്. അതുകൊണ്ട് ഓരോന്നും ശ്രദ്ധിച്ച് തന്നെ ചെയ്യാം. പിന്നൊന്നാണ് അഡ്വാൻറ്റേജസ് ഓഫ് ബ്രേസിയർ കർവ് ഓവർ ക്യൂബിക് കർവ്സ് എന്താണെന്ന് ചോദിക്കാം, അല്ലെങ്കിൽ ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ബ്രേസിയർ കർവ് ആൻഡ് ഹെർമിറ്റ് കർവ് എന്ന് ചോദിക്കാം. രണ്ടും ചോദിച്ചാൽ സെയിം ആൻസേഴ്സ് ആണ്. രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ എഴുതിയെന്നേ ഉള്ളൂ. രണ്ടിലും സെയിം ആൻസേഴ്സ് ഉണ്ടാവുക. ഇറ്റ് ഈസ് ഡിഫൈനിങ് പോയിന്റ്സ് ആൻഡ് കൺട്രോൾ ദ ഷേപ്പ് ഓഫ് ബ്രേസിയർ കർവ്. ഇറ്റ് അലൗസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പാരാമീറ്റേഴ്സ് തമ്മിലുള്ള ഒരു ബേസിക് റിലേഷൻഷിപ്പ് ബ്രേസിയർ കർവിൽ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ കൺട്രോൾ പോയിൻറ്റ്സ് വെച്ചിട്ടാണ് ബ്രേസറിൻ്റെ കർവ് ഡിഫൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ മറ്റേതിൻ്റെ അകത്ത് കൺട്രോൾ പോയിൻറ്റ്സ് ഇല്ല. ദാറ്റ്സ് എല്ലാ പോയിൻറ്റ്സിലേക്കും അതിൻ്റെ അകത്ത് നമുക്ക് ഇൻ്റർപോളേഷൻ ഫംഗ്ഷൻ കടന്നു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്ത് പോളിനോമിയൽ മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ ക്യൂബിക്കിൽ. അതുപോലെ ഹെർമിറ്റ് കർവ് ഈസ് എ ക്യൂബിക് ഇൻ നേച്ചർ ആൻഡ് ഡിഗ്രി ഓഫ് പോളിനിയർ നോട്ട് റിലേറ്റഡ് ടു നമ്പർ ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ്. കൺട്രോൾ പോയിൻറ്റ്സായിട്ട് റിലേഷൻ ഇല്ല. അതിൻ്റെ ഡിഗ്രിക്ക് പറയുന്നത് എല്ലാം തന്നെ ക്യൂബിക്കൽ ഇക്വേഷൻ ആയിരിക്കും. പക്ഷേ ഈ കേസിലാണെങ്കിൽ നമ്പർ ഓഫ് കൺട്രോൾ പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ ഇക്വേഷൻ മാറി പറയും. 3 ആവാം, 4 ആവാം, 6 ആവാം, 7 ആവാം, എത്ര വേണമെങ്കിലും നമുക്ക് കൺട്രോൾ പോയിൻറ്റ്സ് ഇൻക്രീസ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മളുടെ കർവിൻ്റെ ഷേപ്പ് വളരെ സ്മൂത്ത് ആയിരിക്കും കമ്പയർഡ് ടു ഹെർമിറ്റ് കർവ് ബിക്കോസ് ഹയർ ഡിഗ്രി ഓഫ് ഡെറിവേറ്റീവ്സ്. അത് ആണ് ഈ ബ്രേസർ കർവും ക്യൂബിക് സ്പ്ലൈൻ കർവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഇതുപോലെ ബി സ്പ്ലൈൻ കർവും ബ്രേസർ കർവും തമ്മിലുള്ള ഡിഫറൻസ് ചോദിക്കാറുണ്ട്. ബി സ്പ്ലൈൻ കർവ് പറഞ്ഞു കഴിഞ്ഞിട്ട് അതിൻ്റെ എക്സ്പാൻഷൻ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത്രയാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത്. ഇതുവരെ നമ്മൾ പഠിച്ച രണ്ട് കർവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ഹെർമിറ്റ് കർവും ബ്രേസർ കർവും ഇനി വരാൻ പോകുന്ന ബി സ്പ്ലൈൻ കർവും. ഈ മൂന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. താങ്ക് യു.